ഹലോ ഗൈസ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ഔട്ടിങ് പോകുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാർട്ടിൽ പോവാണ്, ഒരു മോളിൽ പോവാണ്. അപ്പോൾ കുറച്ച് നമുക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളും പിന്നെ നമുക്ക് ഓണപ്പരിപാടി വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ് വീഡിയോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക രണ്ടുപേര് മാത്രമേ ഉള്ളൂന്ന്. പള്ളിയിൽ പോയേക്കുവാണ്. ഞങ്ങൾ ഇതുവരെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്യും. അത് നമ്മൾ ബസ്സിന് പോകും. അതായിരിക്കും ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറ്റത്തിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അണയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ മീറ്റ് ചെയ്തിട്ട് വീഡിയോ വെക്കാം. അങ്ങനെ അവർ പറഞ്ഞ പോലെ ഞാനും ബിനോയും പള്ളിയിലേക്ക് കഴിഞ്ഞു. പിന്നെ അവർ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിട്ടാ ഇന്ന ബസ്സിലാണ് കയറിയേക്കണേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിമാർട്ടിലേക്ക് പോയായിരുന്നു. നമുക്ക് റൂട്ടൊക്കെ എപ്പോഴും നമ്മൾ കാണിക്കണുണ്ടാവുമെന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. അങ്ങനത്തെ നമ്മൾ ഡിമാർട്ടിലെത്തി മേളത്തെ ഫ്ലോറിലെത്തിയപ്പോൾ നമ്മൾ ഓർക്കണം അയ്യോ വ്ളോഗ് എടുത്തില്ല എന്ന്. പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ വ്ളോഗ് എടുക്കാൻ സമ്മതിക്കണമുണ്ടായില്ല, നമ്മൾ ക്യാമറ അലൗഡ് ആയിട്ടുണ്ടായില്ല. ഡ്രസ്സായിട്ട് മാച്ച് ചെയ്യുന്ന നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ്. അടുത്തൊരു കോൺട്രാസ്റ്റ് കളർ നമുക്ക് കാണാം ഗൈസ്. അവരുടെ ഡ്രസ്സായിട്ട് മാച്ച് ചെയ്യുന്ന റെഡ് കളർ. ഗൈസ് കിഡ്സിന്റെ സെക്ഷനിൽ വന്നിട്ടുള്ള കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചുറ്റും അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ വീഡിയോ. ഗൈസ് നമ്മൾ ഡിമാർട്ടിലെത്തി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമുക്കപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ എടുക്കാൻ മറന്നതാണ്. നമുക്ക് എന്തൊക്കെ എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ കാണിച്ചാൽ കുറച്ച് നമ്മൾ എന്താണ് ഇടയ്ക്ക് ചെയ്യുന്നത് അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഗൈസ് നമ്മളിനി എങ്ങോട്ട് പോവാണ്? നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ വണ്ടി കിട്ടി. ഗൈസ് നമ്മൾ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്. കൊള്ളാം. യെസ് ഗൈസ്. പക്ഷെ പൈസ എത്ര? 119 രൂപ. ഇവിടെ കുറെ കപ്പിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എനിക്കൊന്ന് ഓഗസ്റ്റ് 27 ഗണേശ ചതുർത്ഥിയാണ്. അപ്പോൾ നമ്മൾ അത് വിചാരിച്ചാണ് ഓഫർ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. അതെ ഗൈസ്. ഗൈസ് ഭയങ്കരമായിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയായി കേട്ടോ രണ്ടുപേരും. ഇവിടെ ഭയങ്കര എന്താ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ക്യൂട്ടായിട്ടാണ് കണ്ടില്ലേ, മറ്റേ ഒപ്പിടുന്നതും നല്ല രസമാണ്. ക്യൂട്ടാ. 13 രൂപ. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ സെറ്റാണ് ഗൈസ്. മറ്റേ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒറിജിനൽ ഫ്ലവറുണ്ട്. പക്ഷെ നല്ല ഒറിജിനലായിട്ട് തോന്നിയത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അതെ നല്ല രസമുണ്ട്. ഇതെന്താ സംഭവം? ദിയുടെ ഒരു സെറ്റ് കത്തിച്ചാൽ മാത്രം മതി. കത്തി നിന്നോ. അതിന് വേറെ മോഡൽ വട്ടത്തിലുണ്ട്, ചതുരത്തിലുണ്ട്. അതാ നോക്കൂ. മരക്കഷ്ണം പോലെ അതിനെ പറ്റി മണമൊക്കെ ഉള്ള സാധനമല്ലേ? ഗൈസ് നമ്മുടെ അനീന ജോലിക്ക് നമ്മുടെ കുക്കിംഗ് മേഖലയിലോട്ടാണ് കുറച്ച് താല്പര്യം. അത് കാരണം ടങ് ക്ലീനർ ടേസ്റ്റിന് വേണ്ടി നോർമൽ ടേസ്റ്റ് വന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ടങ് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ ടങ് ക്ലീനർ കണ്ടോ ടങ് ക്ലീനർ അതേ എഴുതി വെച്ചേക്കുന്ന. അത് കുക്കിങ്ങിനോട് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആയിരിക്കും മേ ബി അതിൻ്റെ കോൺസെപ്റ്റ് അതായിരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കളിയാക്കുന്ന ഗൈസ്. നശിപ്പിക്കരുത്.
എന്താ എന്താ പറഞ്ഞ അതിനോട് പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ഇതൊരെണ്ണം അവർക്ക് കിട്ടിയ എന്തോ സാധനം എന്താ കത്തിയാണ് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന പുള്ളിക്കാരിനെ തീർത്തേക്കാം 3 പേര് കൂടി നശിപ്പിച്ചു. ഗൈസ് അവിടെ ഇവനൊക്കെ തള്ളി താഴെയുണ്ട്. എല്ലാം 3 പീസാക്കി. നശിപ്പിച്ച് ഗൈസ് ഫുൾ സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ. സ്ട്രോയോ? ഗ്ലാസിനകത്ത് സ്ട്രോ അറ്റാച്ച് ചെയ്ത് അകത്ത് നോക്കും. ഇത് ഇളകത്തില്ല. അവർക്കത് വേണമെന്ന്. കിഴുത്തപാത്രം എന്നാ ഇതിന് പറയുന്ന പേരെന്നാ? കണ്ണാപ്പ. ഗൈസ് നിങ്ങൾ ഗൈസ് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് കമന്റ് ചെയ്യുക. കണ്ണാപ്പ. ഗൈസ് അടുത്തതേ തള്ളി താഴെ ഇട്ടേക്കുന്ന ഇവിടെ ഇവിടെ ഒരു മിനി കിച്ചണാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ കഴിഞ്ഞ ദീപം കുടുംബശ്രീയിലെ ഗൈസ് നമ്മൾ ഡിമാർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. സാധാരണ ആൾക്കാർ ഐസ്ക്രീം കഴിക്കുന്നത് സാധാരണ ആൾക്കാർ ഐസ്ക്രീം കഴിക്കുന്നത് ഇങ്ങനെ ഒരാളവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ? ഗൈസ് പൊട്ടിപ്പോയി. അതുകൊണ്ടാ അയ്യോടാ നിഷ്കളങ്കത കണ്ടോ. നമ്മളിപ്പോൾ ഡിമാർട്ടിൽ ഐസ്ക്രീം വാങ്ങി സൈഡിൽ നിൽക്കുക. കാരണം നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് എങ്ങോട്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുക. അപ്പം ഈ ബ്ലോഗാണ് നമ്മുടെ ക്ലാസ്മേറ്റ്സിനെല്ലാം മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് റോഡ് നടക്കി നിൽക്കും. അത് വാങ്ങണോ വേണ്ടായോ വാങ്ങണോ വേണ്ടായോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. പ്ലസ് നമുക്ക് ഈ ഓണത്തിൻ്റെ പർച്ചേസിന് ബാക്കിയാണ് വളയം മാല അങ്ങനെ സംഭവമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അത് വാങ്ങണോ ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ ഒരു ഇതിലേക്ക് എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആണ്. ഗൈസ് നമ്മളങ്ങനെ സ്ട്രീറ്റിൽ വന്നു. ഗൈസ് അങ്ങനെ ഓണത്തിന്റെ പർച്ചേസിന് ഇറങ്ങിയേക്കാണ്. നല്ല വെയിലും നല്ല തിരക്കുണ്ട്. നമ്മളതിനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. മിന്നു ഇവിടെ കമ്മൽ നോക്കുന്നു. അനിയനെ ഇവിടെ ഞങ്ങളിവിടെ വായ പൊളിച്ച് നിൽക്കുന്നത്. കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓരോന്നോരോന്ന് കാണിക്കാം. ഗൈസ് നമ്മളങ്ങനെ ആദ്യത്തെ കുറച്ച് സാധനങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഗൈസ് നമ്മളങ്ങനെ അടുത്ത കടയിൽ വന്നു. നമുക്കിവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം. നല്ല തിരക്കാണ് ഗൈസ്, ഓണം സീസണൊക്കെ ആയ കാരണം. നമ്മളങ്ങനെ സ്ട്രീറ്റിന്റെ തെരുവോരങ്ങളിൽ കൂടെ നടക്കുകയാണ്. അവിടെ അടുത്ത കട. വളകളെല്ലാം സെറ്റായി. നമുക്കിനി കമ്മലും മാലയുമാണ് ടാസ്ക്. നമ്മൾ ഓരോ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നാമത്തെ കാര്യം എനിക്കൊന്ന് എല്ലാ കോളേജിലും ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാ കോളേജ് സ്റ്റുഡൻസായിട്ട് നിറഞ്ഞേക്കുക. അതുകൊണ്ടാണ് കടക്കാർക്കും ഭയങ്കര ശല്യമായിട്ട് പോകുന്നത്. അതെ, അവരെന്താണ് ഓടിച്ചിടുക വേണ്ട എഴുന്നേറ്റ് പോകാനൊക്കെ പറയുന്നത്. ഗൈസ് നമ്മൾ അടുത്ത കടയിലോട്ട് കയറുവാണ്. എല്ലാ കടയിലും പുറത്തു വരെ ആൾക്കാരെ ഇതുണ്ടോ തിരക്കുണ്ടോ ഗൈസ്? എന്തോ പറയാൻ വന്ന പക്ഷെ ഞാൻ മറന്നുപോയി. ഗൈസ് ഇവളെന്തോ കാര്യം പറയുന്നത് ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്തു. കാരണം കടലോട്ട് കയറിയ തിരക്കിൽ ഗൈസ് എൻ്റെ എല്ലാം സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നത്. പക്ഷെ ഇവരുടെ സെറ്റ് മിന്നുവിന്റെ അനിയനയുടെ പക്ഷെ കയ്യിരിപ്പ് കാരണം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഒറ്റ നോട്ടിൽ എല്ലാം ഇഷ്ടപ്പെടും. അതെ 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 ഗൈസ്. നമ്മളങ്ങനെ സീറ്റുകളല്ലേ ഫുഡ് തുടങ്ങിയ യാത്രയാണ് ഗൈസ്. കേക്കോന്ന് അറിയത്തില്ല, എന്നാലും അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡറാക്കി ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് കാണാം. ഗൈസ് നമ്മുടെ ബിരിയാണിയും സാലഡും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളും അതെ നമ്മുടെ സ്പോട്ടായിട്ടുള്ള ഗോൾഡൻ
അവിടെയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇവിടെ എന്താ നടക്കുന്നത്? വെയിലത്തൊന്ന് മാറിയിരിക്കാം ഗൈസ്. ഒന്നുമില്ല, സ്റ്റോപ്പ് മാറിപ്പോയി ഗൈസ്. ഇനി അങ്ങോട്ട് പോകണം. അല്ല, അങ്ങോട്ട്. അവിടെ ഞാൻ നീലക്കുയില. പിന്നെ എവിടെ പോയി? സർപ്രൈസ് ആണ് ഗൈസ്. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയി പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ കേക്കല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, വേറെ എന്തോ. എന്താണ് നമ്മൾ കേക്ക് ഷോപ്പിലോട്ട് പോവുകയാണ്. നമ്മള് 7th Heaven വന്നേക്കാം കേട്ടോ. നമ്മുടെ 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 കേക്ക് ഇടുന്ന ഷോപ്പാണ്. ഗൈസ് എന്താ ഓഗസ്റ്റ് 27 ബിനോയുടെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അന്ന് നമുക്ക് ഔട്ടിംഗ് ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കിപ്പം ഹോസ്റ്റലിൽ ഫ്രിഡ്ജില്ല. അതെ, ഹോസ്റ്റലിൽ ഫ്രിഡ്ജില്ല. സോ നമുക്ക് കേക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു കുഞ്ഞ് കപ്പ് കേക്കോ വല്ലതും മേടിച്ചിട്ട്. ഇവിടെ കിടന്നൊരു വട്ടക്കളി. സനാ പ്രിൻസ് അതാണ് ഒരു വട്ട ശരിക്കും പറഞ്ഞതാണോ? ഞാനത്തിന് എന്തോ ഒരു ചുറ്റിക്കളി പോലെ. ഗൈസ് അപ്പം നമുക്ക് ചെറിയൊരു കപ്പ് കേക്ക് പോലെ ക്യാൻഡിലൊക്കെ ഒരു സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മുറിക്കാം. 21 ചെയ്ത ചെറിയൊരു കപ്പ് കേക്ക്. പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ കേക്ക് മുറിക്കണം. അപ്പോൾ സങ്കടം വേണ്ട. പിന്നെ നമുക്ക് പറ്റത്തില്ലായിരുന്നു, കാരണം ഹോസ്റ്റലായിരുന്നു. പിന്നെ കേക്ക് ഒക്കെ മുറിച്ചായിരുന്നു. ഗൈസ് എന്തായാലും അത്ര മതി. അത് മതി. കേക്ക് കപ്പ് കേക്ക് ബിനോയുടെ വക നമുക്ക് ഫലൂഡ വാങ്ങി തരുന്നതാണ്. ബൈ ഗൈസ്, ബൈ ബൈ. വെക്കാൻ വേണ്ട, തല വെച്ച് നോക്കാം. എന്താണ് ബർത്ത്ഡേ? ഇതൊക്കെ വേണം വെക്കാൻ. കേക്ക് 75ഉം ചെറിയ കപ്പ് കേക്കിന് 45 റുപ്പീസും ഉള്ളൂ. 49 ആണ്. ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ട്. കേക്ക് എനിക്കുണ്ട്. ആ ഷേപ്പുള്ള കേക്ക് കാണിച്ചത്. ആ ഷേപ്പുള്ള കേക്ക് ഉണ്ടോ? അമ്മയുടെ പൊക്കത്ത് നോക്കാം. കസ്റ്റമൈസും ഉണ്ട് ഗൈസ്. ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്, നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത്. ഗൈസ് അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, സനാ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്ന. ആ കടയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ കേക്ക് ഷോപ്പ് വരുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. കേക്ക് കട്ട് ചെയ്യാവുന്ന ആളല്ലേ വീഡിയോ എടുക്കുന്നത്. എന്താ അവസ്ഥ? നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ എല്ലാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് കേക്ക് മേടിക്കുന്നത്. കേക്ക് വാങ്ങി ഇവിടെ കേക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓർഡർ ആക്കിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നമ്മൾ വാങ്ങാൻ പറയുമായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് വാങ്ങുന്നതും കട്ട് ചെയ്തതും ആദ്യമായിട്ടാണ്. സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇവളുടെ തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് പറഞ്ഞത്. ഇവളേതാ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ബിനോയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ പറയാനുള്ള? ഒത്തിരിയേറെ നന്ദിയുണ്ട്. ആ കേക്ക് കണ്ടിച്ചല്ല ഗൈസ്. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി, കാരണം നമ്മളിങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് ബാക്കി നോക്കുമ്പോൾ ഗൈസ് എൻ്റെ കേക്ക്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ 2 ദിവസം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ചില സാങ്കേതിക തകരാറുകൾ കാരണം നമുക്ക് നേരത്തെ മുറിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ കുഴപ്പമില്ല. അതെ, വെൽക്കം. കട്ട് ചെയ്തോളൂ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബിനോയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ കഴിച്ചു. എന്താ? ഗൈസ്, കേക്ക് വായിച്ച് മുറിക്കുന്ന സന്ദർഭമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ എക്സൈറ്റഡ് ഭയങ്കരമായിട്ട് പുതിയൊരു കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്. അടുത്ത പിഞ്ചു കുഞ്ഞാണ് ഗൈസ്, പിഞ്ചു ബാല്യം. ഞാനാണെങ്കിൽ 20s ബാക്കിയുള്ളത്.
ഞാനാണ് ഏറ്റവും ഇളയത്. ഞാൻ ഏറ്റവും ഇളയതെങ്കിലും എനിക്കാണ് ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി ഉള്ളത്. വീഡിയോ കാണുമ്പോൾ അറിയാലോ. വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. എങ്ങനെ മെച്യൂരിറ്റി ആയിട്ട് പെരുമാറാം 21 ഒരു കോട്ടില്ല നമുക്കിങ്ങനെ ഒരാളുടെ പ്രായം കൊണ്ടല്ല അവരുടെ മെച്യൂരിറ്റി അളക്കുന്നത്. ഒരാളുടെ എക്സ്പീരിയൻസ് ബിഗ് ബോസിൽ റെന ഫാത്തിമോലും പറഞ്ഞത് താങ്കൾ കേട്ടതാണോ? ആ ഒരു പാത പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതിന് മെച്യൂരിറ്റി ആക്കിയത്. കഴിക്കണം. ഗൈസ് നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഭയങ്കര ദാഹം. അപ്പം നമ്മൾ എന്ത് കുടിക്കാൻ കയറി? ലൈം കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ ഗൈസ് ലൈം കുടിച്ചിട്ട് കാണാം. ഹലോ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ എല്ലാ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം എന്തൊക്കെയാണോ വാങ്ങിയത് ലാസ്റ്റ് കാണിക്കാന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിമാർട്ടിൽ ചെന്നപ്പോഴും അല്ല സ്ട്രീറ്റിൽ ചെന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു, വെയിലുമായിരുന്നു, നമ്മൾ അങ്ങ് വയ്യാണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ കാണിക്കാതിരുന്ന ലാഗ് ആവുമെന്ന് അറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം ഫോൺ അലോടെ കുറേ വട്ടം നല്ല വഴക്കും ആ വീഡിയോ ഒക്കെ ക്യാപ്ചർ വീഡിയോ വരുന്നില്ല. അതെ, ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ ആരും എന്നെ വിളിക്കുന്നത് പിന്നെ ഞങ്ങളങ്ങ് അതെ. പിന്നെ ഗൈസ് ഈ ബിഗ് ഷോപ്പർ നമ്മള് ഇവിടുന്ന് കിട്ടുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഓക്കെ ഗൈസ് നമുക്കപ്പോൾ എടുക്കാം. നമുക്ക് എന്താന്ന് നോക്കാം. ഇത് ഇത്രയും വലിയൊരു പാക്കറ്റില് നമുക്ക് 15 രൂപയ്ക്ക് നമുക്ക് പോപ്കോൺ കിട്ടുന്ന കേട്ടോ. ഡിമാർട്ടിന്റെ പുറത്ത് തന്നെ ഉള്ളതാണ്. നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോ കഴിച്ച് കാണിക്കാം. കാണിച്ചകത്തെ കളർ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ നല്ല ചീസി ആയിട്ടുള്ള ചീസിയാ. മതിയടാ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മുടെ ഐറ്റം എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയത് 4 ലേസ് ആണ്. അപ്പോൾ ഈ ലേസ് നമുക്ക് നല്ല ലാഭം എടുക്കുന്നു അല്ലേ? കാരണം ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. പിന്നെ 20 രൂപയേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിവിടെ നോർമൽ കടയിൽ നിന്ന് 20 രൂപയ്ക്ക് ലേസ് വാങ്ങുന്നതിനെക്കാട്ടി ക്വാണ്ടിറ്റി ഒന്ന് വിശ്വസിക്കുന്നു അല്ലേ? 40 രൂപ സാധനം അവർ പാതി വരയ്ക്ക് തരുന്ന കേട്ടോ. ബൈ 1 ഗെറ്റ് നമ്മൾ ഈ പിരി എന്നുള്ള ഒരു ഫ്ലേവറാണ് വാങ്ങിയിട്ടുള്ളത്. അതെ, എല്ലാവരും ഒരേപോലെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര 55 രൂപ. 70 രൂപയുടെ സാധനം 55 രൂപയ്ക്ക് ഓഫർ വന്നിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അനീന അമ്മാമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് സ്പെഷ്യലി. അമ്മാമ്മയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അമ്മാമ്മ ഈ വീഡിയോ കാണുമ്പോൾ സന്തോഷവതിയാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നല്ല ഈ കാണുമ്പോൾ പാക്കറ്റിന് ഇത്ര ഏറുള്ളൂ. 2 ദിവസം വെച്ച് കഴിക്കാം നമുക്ക്. അതെ, നമ്മളൊക്കെയാണ് ഒരു തോന്നുന്നു. അമ്മാമ്മയാണ് ഇപ്പൊ കഴിക്കാൻ തോന്നുന്നു. നെക്സ്റ്റ് അമ്മയ്ക്കും കണ്ണനും കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ലാഭമായി. ഇവിടുന്ന് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 രൂപയ്ക്ക് നമുക്ക് ഇതുണ്ടോ നല്ല 2 ബോട്ടിൽ കിട്ടി. കുപ്പി 21 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയത് നല്ല ഇടയ്ക്കൊന്ന് കഴുകി അതാക്കണം. കാരണം ക്ലോറിൻ വെള്ളമായിരുന്നു. നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ വായിൻ്റെ ചുറ്റും എല്ലാം ക്ലോറിൻ ഇങ്ങനെ പൊടിയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഞങ്ങൾ ലോങ് ലാസ്റ്റ് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി. കാരണം ഹോസ്റ്റൽ ആകുമ്പോഴത്തേക്കിനും ഈ അല്ലാതെ വില കൂടി മേടിച്ചിട്ട് നമുക്കൊരു പ്രയോജനം. വെള്ളം കുടിക്കാൻ തന്നെയല്ലേ, രണ്ടും വാങ്ങിയാലും വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. സോ ഇത് നമുക്ക് രണ്ടും 21 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 42 രൂപയാണ് ഗൈസ്. നല്ല. സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ കാജു കത്ലി ഒരു സ്വീറ്റാണ്. അപ്പം ഇത് നമുക്ക് ഓഫറിന് 170 രൂപയ്ക്ക് കിട്ടിയതാട്ടോ. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടത്തിയതാണ്. നെക്സ്റ്റ് അനീന ജോളി ആയുവിനും ആമിക്കും വേണ്ടിയിട്ട് 2 ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രോയിങ് ഇതാണ് കളർ ചെയ്യണം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവർ കളർ ചെയ്യണം. അതുപോലെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒരേപോലെ അല്ലെന്ന് പറഞ്ഞിട്ട് അടിയാവും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അവിടെ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും റെസ്പോൺസ് നമുക്ക് എന്തായാലും ചോദിച്ചറിയാം അടിയാവും എന്നുള്ളത്. ഗൈസ് നെക്സ്റ്റ് അതിൻ്റെ ഒരു മിഠായി മാത്രം 3 എണ്ണേ ഉള്ളൂ. ഡയറി മിൽക്ക്. ഗൈസ് അപ്പം നമ്മൾ 4 കിറ്റ്കാറ്റ്, 4 സ്നിക്കേഴ്സ്, പിന്നെ 3 ഡയറി മിൽക്ക്. കാരണം ബിനോയ് ഡയറി മിൽക്ക് ഇഷ്ടമല്ല, ബിനോയ് കഴിക്കത്തില്ല. സോ 3 എണ്ണം എല്ലാം അലുത്ത് കേട്ടോ. മുട്ടയുടെ കാര്യം പറയുമ്പോൾ മാത്രം വാതിറക്കുന്ന ഒരു പ്രത്യേകത മിന്നൂസിന്. ഗൈസ് നമ്മൾ കട്ട് ചെയ്ത കേക്ക് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ ഇത്രയും സ്വീറ്റ്സ്. സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇത്രയും ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനം അല്ലേ? ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രീറ്റിൽ വന്നപ്പോൾ നമ്മൾ 2 കുഞ്ഞ് ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കും മിന്നൂസിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മുടിക്ക് നിൽക്കും. പക്ഷെ അനീന ജോളിക്കും ബിനോയ്ക്കും ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം. അതെ, നോക്കാം. നമുക്ക് ഒരു മുടി നമ്മളെല്ലാവരും ഷെയർ
ഒരു മുടി മാത്രം കെട്ടാനാണ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മൾ 3 ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മാറി മാറി യൂസ് ചെയ്യാം. പറഞ്ഞായിരുന്നു ബട്ട് അവർക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ 3 കളർ വാങ്ങിക്കണം. ഒരേ കളർ വാങ്ങി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ 3 കളർ വാങ്ങിക്കണം. ഒരാൾക്ക് വേറെ ഉണ്ടോ ഉപയോഗിക്കണം തോന്നിയാൽ ഉപയോഗിക്കാമല്ലോ. അപ്പം ഷെയറിങ് ഈസ് കെയറിങ് ഗൈസ്. നെക്സ്റ്റ് ഗൈസ് നമ്മൾ വാങ്ങിയിട്ടുള്ള കമ്മലാണ്. ഇത് നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു പാർട്ടി വെയറിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യൂട്ടായിട്ട് നമുക്ക് തോന്നി. ഇപ്പം നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഓണത്തിനെ സംബന്ധിച്ച് നമ്മളൊരു ജുമുക്ക ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബിനോയ്ക്കാട്ടോ, ബിനോയുടെ ഡ്രസ്സിന് ഇതാക്കുന്നത്. എൻ്റെ ഡ്രസ്സിൽ ബ്രൗൺ കളറാണ്, അത് കാരണമാണ് ഇത് നമ്മൾ നല്ലതായിട്ട് മാച്ച്. പിന്നെ ഇത് മിന്നൂസിന് വേണ്ടി വാങ്ങിയതാട്ടോ. ഇത് കുറച്ച് വേറെ അല്ലാതെ ഉണ്ട്. നമ്മളിത് ചുമ്മാ ചൂസ് ചെയ്യണം. നമുക്ക് ഉറപ്പില്ല ചേരും ഇല്ലയോന്ന് ജസ്റ്റ് വാങ്ങിയ. പിന്നെ അവർക്കായാലും ഫ്യൂച്ചറിൽ അവർക്ക് കുറച്ച് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇടാലോ. സോ അതിൽ യൂസ് ചെയ്യണം. അപ്പം ഇത് വാങ്ങിയിട്ടുണ്ട്. എത്രയാണ് വാങ്ങിയത്? നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഗൈസ്, നെക്സ്റ്റ് നമുക്ക് എപ്പോഴും ഏതൊരു ഫംഗ്ഷനും ആവശ്യമുള്ള സംഭവമാണ് സ്ലൈഡും. പിന്നെ ഇതിനെന്താ പറയുന്നത്, കമ്പി സ്ലൈഡ്. ഞങ്ങൾ പറയുന്നത് കമ്പി സ്ലൈഡ്, സ്ലൈഡ് എന്ന് പറയും. സ്ലൈഡും കമ്പി സ്ലൈഡും രണ്ടും ഒന്നാണ്. അപ്പം ഇത് നമുക്ക് പിൻ വേണം ഓണത്തിന് പരിപാടിക്ക്. നല്ലോണം വേണം. ഇത് മിന്നു സുനിലിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അനീന ജോളി ദാവണയാണെങ്കിൽ അനീന ജോളിക്കും വേണം. നമുക്ക് വേണ്ടല്ലേടാ, അത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. മിനുയും ഉപയോഗിക്കുന്നില്ല. നമുക്ക് എന്നെല്ലാം എന്താ സിമ്പിൾ, അതെ, എക്കോ ഫ്രണ്ട്ലി സാധനമാണ് ഉപയോഗിക്കുന്നത് നമ്മള്. പിന്നെ സ്ലൈഡ് ഇതൊക്കെ. പിന്നെ കഴിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വള വാങ്ങണം എന്നുള്ളത്. ഓണത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ സ്ട്രീറ്റിൽ പോയത് തന്നെ. അപ്പോൾ നമ്മൾ വള വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുപ്പിവളകളാണ്. കുപ്പിവളയ്ക്കകത്ത് ഇങ്ങനെ ഗ്ലിറ്റ് ആയിട്ടുള്ളത് വളകളില്ല, ആ സംഭവം. അപ്പോൾ ഇപ്പം ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഗ്ലിറ്റ് ആയാലും നമ്മുടെ ദേഹത്താവും. അപ്പോൾ ആവുമ്പോഴത്തേക്കിന് പൊട്ടിച്ച് നമ്മൾ ഇടുമ്പോൾ കാണിച്ചു തരാം, അന്ന് ബ്ലോഗ് ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എനിക്കും അനീനയ്ക്കും മിന്നുനും കൂടെ കേട്ടോ വാങ്ങിയിട്ടുള്ള. ബിനോയ്ക്ക് ഓൾറെഡി ഉണ്ട്. സോ അത് 3 എണ്ണം. പിന്നെ അല്ല നമ്മളൊരു കോമൺ ഒരു വള വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇടോ ഇല്ലോന്നും അറിയത്തില്ല, നമുക്ക് ഇപ്പൊ തന്നെ എന്നിട്ട് നോക്കാം. നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് മിന്നുഫുനിലെ കാജൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു പെൻസിൽ കാജലും ഡാസ്ലർ ഐക്കോണിക് കാജൽ അതെ തന്നെ അതും. പിന്നെ നമ്മളൊരു കളർ ബോംബിന്റെ മാർസ് കളർ ബോംബിന്റെ ഒരു ഇടിവെട്ട് കളർ. അതിന്റെ കളർ എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു സംഗ്രിയ റെഡ്. ഈ സാധനം ഈ കളർക്കാണ്, എന്തോ റെഡാന്ന് അറിയത്തില്ല. അത് നമ്മളവിടെ കുറെ ലൈറ്റ് കളേഴ്സ് കണ്ടു. പക്ഷെ നമ്മുടെ ഈ കുട്ടിക്ക് നമുക്ക് ഈ കളർ മതിയെന്ന്, ഈ കളർ വേണം നമ്മൾക്ക്. സ്കാലയുടെ കയ്യിലില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഇത്രേനെ വാങ്ങിയത് തന്നെ നമ്മുടെ കയ്യിലെ പൈസ എല്ലാം തീർന്നാച്ച്. കാരണം നമുക്ക് ഓണപ്പരിപാടിയുടെ ഫണ്ട് ഇറക്കണം. നമുക്ക് ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കി. ഇപ്പം നമുക്കിനി നാട്ടിൽ പോകണം. അതിൻ്റെ നമുക്ക് കുറച്ച് ചിലവുകളുണ്ട്. നമുക്ക് എല്ലാം കൂടെ നമ്മൾ എന്താ പറയുന്നത് കാലിയായിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ നഴ്സിംഗ് എടുക്കാൻ പോകുന്ന പിള്ളേരുടെ അടുത്താണ് ഞങ്ങൾ പറയുന്നത് നോക്കിയും കണ്ട് എടുക്കുക. കാരണം ഒരു വർഷം തന്നെ നമുക്ക് എത്ര അതർ ദാൻ ഫീസ് നമ്മുടെ കയ്യിൽ എത്ര രൂപ പോകുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കണക്കില്ല. കാരണം അത്രത്തോളം പോകുന്നുണ്ട്. അപ്പം ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മെയിനായിട്ട് നമ്മളിപ്പം ഇപ്പൊ ഇത്ര നമ്മുടെ കയ്യിൽ പോകാൻ കാരണം ഓണത്തിന് നമുക്ക് കമ്മല് ചേരുന്ന എടുക്കണല്ലോ, ഡ്രസ്സ് തയ്പ്പിക്കണം. ഡ്രസ്സിനനുസരിച്ചുള്ള കമ്മല്, മാല, അല്ലാതെ നമുക്ക് എന്താ കമ്മല്, മാല, വള, അല്ലാതെ നമുക്ക് ചെരുപ്പോ ഇല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങണം. അങ്ങനത്തെ മുല്ലപ്പൂ ഇല്ലെങ്കിൽ മുല്ലപ്പൂ, അല്ലാതെ ഹെയറിൽ നമുക്ക് എന്തെങ്കിലും അക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങണം. നെയിൽ പോളിഷ്, പിന്നെ ചില ആൾക്കാർ കൊലുസ് വാങ്ങും. അപ്പൊ അങ്ങനെ കുറെ ചെലവുകൾ. എത്ര നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവ് സത്യമായിട്ട്. ഇനി നമുക്ക് അടുത്ത 3rd ഇയർ ആകുമ്പോൾ നമുക്ക് കുറെ ഇനി ചില ഫെയർവെൽ വരുന്നുണ്ട്. നമുക്ക് അടുത്ത കുറെ നമുക്ക് ചെലവുകൾ വരുന്നുണ്ട്. അപ്പം മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാവരും വരും, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ് നമ്മളിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തൊക്കെ എടുത്തെന്ന് അറിയില്ല, ലാഗ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മള് സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് അപ്പൊ നമ്മൾ ഒരു എന്താ കണക്ഷൻ ഇല്ലാത്ത സാധനങ്ങളാണ് എടുത്തെടുത്ത് വെച്ചത്. കാരണം നമുക്ക് ഒന്നാം തരം ഡിമാർട്ടിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല. പിന്നെ സ്ട്രീറ്റിലാവുമ്പോൾ തിരക്കാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേന് കളക്കാൻ നമ്മൾ വിളിച്ചോണ്ടിരിക്കും, ചേച്ചി എന്താ വേണ്ട എടുക്കാൻ പറ്റിയ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കി എടുക്കാൻ പറ്റിയ കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അപ്പം എപ്പോഴും നമ്മളത് മറന്നു വെച്ചാൽ നമുക്ക് തിരക്കിന്റെ ഇടയായോണ്ടല്ലോ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഇതാണല്ലോ. നമ്മള് കുറെ നമുക്ക് ശേഷമാണ് സത്യം നമ്മൾ 4 പേരും കൂടെ ഔട്ടിങ്ങിന് പോകുന്നത് 2 മാസം ശേഷമാണ് അല്ലേ. 2 മാസം ഡ്യൂട്ടി തുടങ്ങി. നമ്മൾ ഡ്യൂട്ടിക്ക് ശേഷം നമ്മൾ പോയിട്ടേ ഇല്ല. ഡ്യൂട്ടിക്ക് തുടങ്ങിയപ്പോ നമ്മൾ അടിയാർ വാട്ടർഫോൾസ് പോയതിന്റെ വിട്ടതാണ്.
സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ എടുക്കാൻ നമ്മൾ പിന്നെ ഗൈസ് അതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. കാരണം നമ്മൾ ഈ ബിരിയാണി കഴിച്ച് നമുക്ക് ബിനോയ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ആ സമയത്ത് മെൻഷൻ ആക്കിയിട്ടില്ല, നമ്മൾ വിശന്ന് വൈകിയായിരുന്നു. ഇപ്പം മെൻഷൻ ആയപ്പോൾ നമ്മളെല്ലാവരുടെ വക ബിനോയ്ക്ക് താങ്ക്സ്. പിന്നെ ഇന്ന് അതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് കേക്ക് മുറിക്കുന്നൊന്നും. അപ്പൊ ഇന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ ബർത്ത്ഡേ ഓഗസ്റ്റ് 27-നാണ്. അപ്പൊ നമുക്ക് അന്നത്തെ ദിവസം ഔട്ടിംഗ് ഇല്ല. പ്ലസ് നമുക്ക് ഇപ്പൊ കേക്ക് പിന്നെ ഫ്രിഡ്ജ് ഒന്നുമില്ല, നമുക്കിവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ടുള്ളൊരു സംഭവമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുറിച്ചത്. അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും അതെ ഇടയ്ക്ക് എന്തോ ഒരു കാരണം നോക്കുമ്പോഴത്തേക്ക് ഇവരെന്തോ ഒരു പരിങ്ങലൊക്കെ അവിടെ ഇറങ്ങിയിട്ട് നടന്നു എന്തോ ഒരു സംഭവം. പിന്നെ ഞാനത് ഇല്ലായിരിക്കും. പിന്നെ കേസ് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒത്തിരി താങ്ക്സ്. അപ്പൊ എന്തായാലും കേക്ക് മുറിച്ചത് കേക്ക് കഴിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അതെ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാക്സിമം എല്ലാം വീഡിയോ കണക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം. സോ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതിനേക്കാണ് നമ്മുടെ അപ്കമിങ് വീഡിയോ ഫുൾ ഓണം സീരീസ് ആയിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഗൈസ് അപ്പൊ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്തു ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.